യഥാർത്ഥത്തിൽ ഈ പ്രതി ശിക്ഷിക്കപ്പെട്ടിട്ട് 75 ദിവസം കഴിഞ്ഞപ്പോഴാണ് പ്രതിയുടെ സഹോദരി മരണപ്പെട്ടത്. സഹോദരി മരണപ്പെട്ടു. മരണാനന്തര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പ്രതിക്ക് ജയിൽ സൂപ്രണ്ട് അടിയന്തര പരോൾ അനുവദിച്ചു. അത് ശരിയായ പരോളാണ്, അതിൽ ആർക്കും ആക്ഷേപമൊന്നുമില്ല. കാരണം അവർക്ക് അങ്ങനെ ഒരു പരോൾ നൽകുന്നതിൽ തടസ്സമൊന്നുമില്ല. പക്ഷെ അതിനുശേഷം പ്രതിക്ക് നൽകിയ പരോളാണ് ഇപ്പോൾ ചർച്ചയാവുന്ന ഒരു വിഷയം. ഞങ്ങൾ ഈ കേസിൽ 24-ാം തീയതി ഹൈക്കോടതി പ്രതി നൽകിയ അപ്പീൽ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട് വിക്ടിമിൻ്റെ മാതാവിന് നോട്ടീസ് ലഭിക്കുകയും അതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ നടക്കുമ്പോഴാണ് പ്രതി നാട്ടിൽ തന്നെയുണ്ട്, ഇത്രയും വലിയ ശിക്ഷ ലഭിച്ച പ്രതി നാട്ടിൽ തന്നെയാണല്ലോ എന്ന് പറയുമ്പോഴാണ് നമ്മളും ഈ വിഷയത്തെക്കുറിച്ച് അറിയുന്നതും. മീഡിയ വണ്ണാണല്ലോ ഈ വിഷയം ഏറ്റവും ആദ്യമായിട്ട് ചർച്ചയ്ക്കെടുത്തു ഈ പൊതുമധ്യത്തിലേക്ക് കൊണ്ടുവന്നു. യഥാർത്ഥത്തിൽ ഒരു ബലാത്സംഗ കേസിലെ പ്രതിക്ക് ഈ 2010 ദ പ്രിസണേഴ്സ് റൂൾസ് പ്രകാരവും അതുപോലെ തന്നെ 2014 അതുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ ചട്ടങ്ങൾ പ്രകാരവും ഒരു ബലാത്സംഗ കേസിലെ പ്രതിക്ക് യാതൊരു കാരണവശാലും സാധാരണ രീതിയിലുള്ള പരോള് അനുവദനീയമല്ല. ആകെ അനുവദിക്കാൻ പോകുന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ മാത്രമാണ് പരോൾ അനുവദിക്കാവുന്നത്. ആ അടിയന്തര സാഹചര്യങ്ങളിൽ പരോൾ അനുവദിച്ചിട്ടുണ്ട്, അതിൽ ഞങ്ങൾക്കാർക്കും തർക്കവുമില്ല. പക്ഷേ എന്നാൽ ഇപ്പോൾ അനുവദിച്ചിരിക്കുന്ന പരോൾ എന്ന് പറയുന്നത് ചട്ടവിരുദ്ധമാണ്. ചട്ടവിരുദ്ധമായിട്ടുള്ള ഒരു പരോൾ അനുവദിക്കുമ്പോൾ സർക്കാരിന് എന്തിനാണ് ഇത്ര താല്പര്യം എന്നുള്ളതാണ് നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം. കാരണം ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം, പാലത്തായി കേസിനെ കുറിച്ച് സംബന്ധിച്ചിടത്തോളം നമുക്കെല്ലാവർക്കും അറിയാം, തുടക്കം മുതൽ ഇതിൽ ഒരു ഭരണപരമായ ഒരു സപ്പോർട്ട് പ്രതിക്ക് ലഭിച്ചുകൊണ്ടിരുന്നു. പ്രതിയുമായി ബന്ധപ്പെട്ടവർക്കൊക്കെ ലഭിച്ചിരുന്നു. അത് അന്വേഷണ ഘട്ടത്തിലായിക്കോട്ടെ, ഏത് ഘട്ടത്തിലായാലും അത് ലഭ്യമാണ്. ഇപ്പം അവസാനമായി കോടതി കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുകയാണ്. കോടതി കുറ്റക്കാരായി കണ്ടെത്തിയിരിക്കുന്ന പ്രതി ജയിലിൽ പോയിട്ട് അത് വളരെ കുറഞ്ഞ സമയം മാത്രം ജയിലിൽ കിടക്കുമ്പോൾ പോലും പ്രതിക്ക് പരോൾ ലഭിക്കുന്നു എന്നുള്ളത് വലിയ അത്ഭുതമാണ്. മാത്രമല്ല ഈ 24-ാം തീയതി അപ്പീൽ പരിഗണിക്കുകയാണ്. അപ്പീലിൻ്റെ കൂടെ പ്രതി സമർപ്പിച്ച ഒരു ഹർജിയുണ്ട്. ആ ഹർജി പ്രതിക്ക് ശിക്ഷ സസ്പെൻഡ് ചെയ്തിട്ട് പ്രതിയെ ജാമ്യത്തിൽ വിടണം എന്നുള്ളൊരു ഹർജിയാണ്. ആ ഹർജി പരിഗണിക്കുമ്പോൾ പ്രതി ജയിലിലില്ല. 3-ാം തീയതി മാത്രമേ പ്രതി ജയിലിൽ തിരിച്ചെത്തൂ. കോടതി എന്ത് വിധി പറയും? അപ്പോൾ കോടതിയെ പോലും, അതായത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയെ പോലും നോക്കുകുത്തിയായി നിർത്തിക്കൊണ്ടാണ് ഇത്തരം ഒരു പ്രവണത ഉണ്ടാകുന്നത്. ഇത് ഈ കേസിൽ ഇരക്ക് നീതി ലഭിക്കുന്നതിന് വേണ്ടി ഒരു ഘട്ടത്തിലും ഈ രാജ്യത്തെ ഭരണ സംവിധാനം ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ്. അത് ആ കുട്ടിയുടെ നീതി ലഭ്യമാക്കി കോടതിയും പ്രോസിക്യൂഷനും ഒക്കെ വളരെ സമർത്ഥമായി കേസ് നടത്തി കോടതി ഒരു വിധി പറഞ്ഞു. ആ വിധിയെ മാനിക്കാനെങ്കിലും സർക്കാർ തയ്യാറാകണം. ആ വിധിയിൽ ബലാത്സംഗ കുറ്റമുണ്ട്, പോക്സോ വകുപ്പ് 2014 തുടർച്ചയാണല്ലോ പോക്സോ വകുപ്പ്. അപ്പം 2014 മാനുവലിലോ അല്ലെങ്കിൽ 2010 വിധിയിലോ ഈ പറയുന്ന പോക്സോ വകുപ്പ് അതിൽ ഉൾപ്പെടുത്തി കാണില്ല. പക്ഷേ ഇത്ര ഗൗരവമായ ഒരു കേസിൽ, മരണം വരെ ജീവപര്യന്തം വിധിച്ച ഒരു കേസിൽ എന്തിനാണ് സർക്കാരിന് ഇത്ര ധൃതി ഇത്തരത്തിൽ പ്രതിയെ പുറത്തുവിടാൻ? അതായത് കോടതിയിൽ അവർക്ക് അവസരമുണ്ട് വാദിച്ചിട്ട് ഈ കേസിൽ അവർക്ക് അനുകൂലമായ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കോടതിയിൽ നിന്ന് സ്റ്റേ വാങ്ങാവുന്നതാണ്, അതായത് സസ്പെൻഷൻ വാങ്ങാവുന്നതാണ്. അതിന് പകരം ഈ സർക്കാർ മെഷീനറി എന്തിന് ഇത്രമാത്രം ഇവരെ സഹായിക്കുന്നു എന്നുള്ളത് അത്ഭുതകരമാണ്. സാധാരണഗതിയിൽ നമുക്ക് ഈ കേസിൽ തന്നെ ഈ വിധിയോടനുബന്ധിച്ച് ഒരുപാട് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പരാമർശമിട്ടായിട്ടുണ്ട്. ഈ സർക്കാർ ഈ 95 ദിവസം കഴിയുമ്പോഴും ഈ സർക്കാർ അവർക്ക് ആർക്കെതിരെയും ഒരു നടപടി പോയിട്ട് ആ നടപടിക്കുള്ള എന്തെങ്കിലും ഒരു ഫയൽ നീങ്ങിയിട്ടില്ല. എന്നാൽ പ്രതിയുടെ ഒരു പരോൾ ലഭിക്കണമെങ്കിൽ എത്രമാത്രം ഫയൽ മൂവ് ചെയ്തിട്ട് വേണം ആ പരോൾ ഉത്തരവ് വരാൻ വേണ്ടിയിട്ട്. ഇതൊക്കെ വളരെ സുഗമമായി നടക്കുകയാണ്, വളരെ ഈസി ആയിട്ട്. അപ്പോൾ പ്രതിക്ക് വേണ്ടിയാണോ ഈ സർക്കാർ എന്നുള്ള ചോദ്യം എല്ലാ കാലത്തും ചോദിച്ചുകൊണ്ടേയിരിക്കുന്ന സമൂഹമാണുള്ളത്. അവരുടെ ചോദ്യം ഉയർന്നുകൊണ്ടേയിരിക്കും. ഒരു അഭിഭാഷകൻ എന്ന നിലയിൽ തീർത്തും കോടതിയോടുള്ള ഈ വിധി പറഞ്ഞ കോടതിയോടുള്ള ഒരു അനാദരവാണ്, അപ്പീൽ പരിഗണിക്കുന്ന കോടതിയോടുള്ള ഒരു അനാദരവാണ്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഇത്തരം ഒരു വീഴ്ച ഉണ്ടാവാൻ പാടില്ല. ചിലപ്പോൾ ഒരുപക്ഷെ സർക്കാർ ഇത് അറിയില്ല എന്ന് പറയും. പക്ഷെ അങ്ങനെ അറിയില്ല എന്ന് പറഞ്ഞിട്ട് ഒഴിവാവാൻ സർക്കാരിന് കഴിയോ? ഇത്രമാത്രം ജനശ്രദ്ധ നേടിയ ഒരു ലീവ് പെറ്റീഷൻ കോടതി 24-ാം തീയതി ഈ ചട്ടവിരുദ്ധ പരോൾ നിങ്ങൾക്ക് കോടതിയിൽ ചൂണ്ടിക്കാട്ടാൻ കഴിയും?
കോടതിയിൽ ചൂണ്ടിക്കാട്ടാൻ വേണ്ടി വിക്ടിമിൻ്റെ മാതാവിന് വേണ്ടി അഭിഭാഷകൻ ഹാജരാകുന്നുണ്ട്. നാളെ എറണാകുളത്ത് വെച്ച് അഭിഭാഷകനുമായിട്ട് ഇക്കാര്യം ചർച്ച ചെയ്തുകൊണ്ട് ഹാജരാകുന്ന അഭിഭാഷകനുമായി ഇക്കാര്യം സംസാരിക്കുന്നുണ്ട്.